സ്ഥാനങ്ങളിലോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒന്നാം സ്ഥാനത്തായിരിക്കണം. കല്യാണത്തിന് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ദീൻ ആകാൻ പാടില്ല. ദുനിയ ഒന്നാം സ്ഥാനത്തും ദീൻ മൂന്നാം സ്ഥാനത്തും ആകാൻ പാടില്ല. അവിടെയാണ് നമുക്ക് പരാജയം. ഹനീഫായ പ്രവാചകരായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്താണ് ഹനീഫ് എന്ന വിശുദ്ധമായ തഫ്സീറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വഴികേടുകളെല്ലാം ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ, തന്റെ കൺമുന്നിലുണ്ടായിരുന്ന എല്ലാ അധർമ്മങ്ങളെയും തച്ചുടച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ. ചുറ്റും ഒരുപാട് മതങ്ങളുണ്ടായിരുന്നു, ചുറ്റുഭാഗത്തും ഒരുപാട് മതങ്ങളുണ്ടായിരുന്നു. ആ സർവ്വമതങ്ങളുടെയും ആശയങ്ങളും അതുപോലെ തന്നെ സർവ്വമതങ്ങളുടെയും സംസ്കാരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നെത്തി പരിശുദ്ധമായ ദീനിന്റെ പരിപൂർണമായ ശർഅനുസരിച്ച് ജീവിച്ച എല്ലാം അല്ലാഹുവിനോട് സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകർ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. തിന്മകൾക്കെതിരെ പടപൊരുതിയ മഹാനായ ഖലീലുല്ലാഹ് എന്തായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിജ്ഞ? ആ പ്രതിജ്ഞയാണ് നമ്മുടെ നമസ്കാരങ്ങളും കൈകെട്ടി കഴിഞ്ഞാൽ ഉടൻ ഞാനും നിങ്ങളും ഒക്കെ ഓതുന്ന ഇഫ്തിതാഹിന്റെ ദുആ ഉണ്ടല്ലോ, ആ ഇഫ്തിതാഹിന്റെ ദുആയിലൂടെ പറയുന്നതും അതാണ്. ആ പ്രതിജ്ഞയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരുന്നത്. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിജ്ഞ അല്ലാഹുവേ, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദി, ഇന്നി വജ്ജഹതു വജ്ഹിയ അല്ലാഹ്, നിന്നിലേക്ക് ഞാൻ എന്റെ മുഖത്തെ ഞാൻ നേരിടിച്ചു റബ്ബേ. അല്ലദി ഫത്തറ സമാവാതി വൽ അർള, എങ്ങനെയുള്ള അല്ലാഹുവാണ് റബ്ബേ, എങ്ങനെയുള്ള നീയാണല്ലോ. ഫത്തറ സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ റബ്ബേ, നിന്നിലേക്ക് എന്റെ മുഖത്തെ ഞാൻ നേരിടിച്ചു, നിന്നിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിൽക്കുന്നു റബ്ബേ. ഹനീഫ, മറ്റു മതങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നിന്നിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിൽക്കുന്നു അല്ലാഹ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനേ അല്ല. ഞാൻ അല്ലാഹുവേ നിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഹനീഫ മുസ്ലിമൻ ആകണം. മുസ്ലിം എന്ന് മാത്രമല്ല, ഹനീഫൻ മുസ്ലിമാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചുള്ള ജീവിതത്തിലാകണം. കല്യാണത്തിന് വേറൊരു മതം, കല്യാണത്തിന് വേറൊരു സംസ്കാരം, മരണത്തിന് വേറൊരു സംസ്കാരം, ഇബാദത്തിന് വേറൊരു സംസ്കാരം, യാത്രകൾക്ക് മറ്റൊന്നും അങ്ങനെയല്ല. അല്ലാഹു എന്താണോ നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെ നടത്തണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു, അതേപോലെ നടത്തുക. ഒരു മരണവീട് എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു, ഹദീസ് നമ്മോട് പഠിപ്പിച്ചു, ഫുഖഹാക്കൾ നമ്മോട് പഠിപ്പിച്ചു. അതേപോലെ നമ്മുടെ മരണവീടുകളാകണം. നമ്മുടെ ഇബാദത്തുകളും ആരാധനകളും ഒക്കെ അല്ലാഹു എങ്ങനെ പഠിപ്പിച്ചു അതേപോലെയാകണം. റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും, റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഹനീഫൻ മുസ്ലിമാകണം. അത് മരണ വീടാകട്ടെ, കല്യാണ വീടാകട്ടെ, നമ്മുടെ ഏത് ഫംഗ്ഷനാകട്ടെ ഒക്കെ ഇസ്ലാമികപരമായിരിക്കണം. ഇസ്ലാമികപരമായ ചട്ടക്കൂടുകൾ ഒതുങ്ങിയ ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യവും, ഇബ്രാഹിം നബിയുടെ സരണിയും, ഇബ്രാഹിം നബിയുടെ പദവിയും, ഇബ്രാഹിം നബിയുടെ പാതയും നമുക്ക് കൃത്യമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന സ്വലാത്തി വനസുഖി, നിശ്ചയം എന്റെ നമസ്കാരവും എന്റെ മറ്റു കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും അല്ലാഹുവേ, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഭൗതികമായ ലോകത്ത്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഭൂമി ലോകത്തുണ്ടോ, ആ ഭൂമി ലോകത്തുള്ള അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും പ്രയാണങ്ങളിലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒന്നാം സ്ഥാനത്തായിരിക്കണം. കല്യാണത്തിന് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ദീൻ ആകാൻ പാടില്ല. ദുനിയ ഒന്നാം സ്ഥാനത്തും ദീൻ മൂന്നാം സ്ഥാനത്തും ആകാൻ പാടില്ല. അവിടെയാണ് നമുക്ക് പരാജയം. കർമ്മങ്ങളുടെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ, നമ്മുടെ വേഷവിധാനത്തിന്റെ കാര്യത്തിൽ, സംസ്കാരത്തിന്റെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ എപ്പോഴും
ടോപ്പിലായി വിശ്വാസി. ഇബ്രാഹിമിയായ മില്ലത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പരിശുദ്ധമായ സംസ്കാരം, ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് വിജയം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, വിമർശിക്കുന്നില്ല. പക്ഷെ കാര്യം പോലെ പറയണമല്ലോ, കാര്യം പോലെ പറയണമല്ലോ. ദീനാണല്ലോ. ഞാൻ വാങ്ങുന്ന ശമ്പളവും ഞാൻ വാങ്ങുന്ന വേതനവും ഒക്കെ എനിക്ക് ഹലാലാകണമെങ്കിൽ ദീൻ നിങ്ങളോട് പറയണം. നിങ്ങൾക്ക് എപ്പോ ഇഷ്ടമില്ലാതെ എന്നോട് പറഞ്ഞാലും അതിന് 2 ദിവസം മുമ്പ് എന്നെ അറിയിക്കുക. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ ദീൻ ഇരിക്കുന്ന സമയം വരെ ദീനായിട്ട് അള്ളാഹു പറയാൻ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പരിശുദ്ധമായ ദീനും ഇബ്രാഹിമിയായ മില്ലത്തിന്റെ പാതയും ആ പദവിയും നമ്മുടെ പദവി എന്താണ് എന്ന് അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിയായ മില്ലത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അല്ലാഹു തആല നമുക്കേവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.